പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാവിലെ 11 മണിക്ക് ഇരു സഭകളും സമ്മേളിക്കും. സമ്മേളനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, അഹമ്മദാബാദ് വിമാനാപകടമടക്കം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ വിവിധ വിഷയങ്ങൾ വരുന്ന ഘട്ടത്തിലൊക്കെ അത് പാർലമെന്റ് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം, പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന ആവശ്യമൊക്കെ പ്രതിപക്ഷം ഉയർത്തിയതാണ്. വീണ്ടും ഈ സഭാ കാലയളവ് പ്രക്ഷുബ്ധമാകാൻ തന്നെയല്ലേ സാധ്യത? ബൽറാം നെടുങ്ങാടി. വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. നിരന്തരം കോൺഗ്രസ് ആ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനമാണ് ഇന്ന് ചേരുന്നത്. ഈ വർഷകാല സമ്മേളനത്തിൽ പ്രധാന അജണ്ടയായി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതും ഈ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂരും ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം നൽകണം എന്നുള്ളതാണ് ആവശ്യം. പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി തന്നെ ഈ 24 തവണ ഇതുവരെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പാക് സമവായത്തിന് വേണ്ടി ഇടപെട്ടത് താനാണ് എന്ന പ്രസ്താവന നടത്തിയിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം 5 വിമാനങ്ങൾ ഈ ഓപ്പറേഷനിടെ തകർക്കപ്പെട്ടതായി, അത് ഇന്ത്യയുടേതോ പാകിസ്ഥാന്റേതോ എന്ന് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായി. ഇതെല്ലാം തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലും ഇക്കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കാര്യത്തിൽ ചർച്ചയാകാം എന്ന ഒരു നിലപാട് സർക്കാരിനുണ്ട്. എങ്കിൽ പോലും ഒട്ടേറെ മറ്റ് വിഷയങ്ങളും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം മറ്റൊന്ന് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളാണ്. സമ്മേളനത്തിന് മുമ്പായി രാവിലെ 10:50 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. 11 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.